ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് നെല്ലിക്ക ഇതുപോലെയുള്ള ഇത്ര പോകുന്ന ഒരു പീസുകളാക്കിയിട്ട് ഇടാം. അപ്പം നെല്ലിക്കയെല്ലാം നമ്മൾ ഈ വലിപ്പത്തിലെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, ഇതും കൂടി ഇട്ട് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ നല്ലെണ്ണയാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 ദിവസം ഇതുപോലെ തന്നെ ഈ ഗ്ലാസ് ടംബ്ലറിൽ ഇരിക്കട്ടെ. അടച്ചു വെക്കാം. നമുക്കിത് ഇതിൻ്റെ തന്നെ മൂടിയുണ്ട്, അത് വെച്ച് അടച്ചു വെക്കാം. പിന്നെ ഇതിനകത്ത് ചേർത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരിയാണ്. അതുപോലെ തന്നെ കായം, ഉപ്പ് ഇതിൻ്റെയൊക്കെ കുറവ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നെല്ലിക്കയ്ക്കനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഞാനിവിടെ ഒരു 300 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചേരുവയാണ് ഞാനീ പറഞ്ഞത്. എന്നാലും നമ്മൾ ടേസ്റ്റ് നോക്കി കായത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഇതെല്ലാം കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇതുപോലെ തന്നെയാണ് ചെയ്യുമെങ്കിൽ സെയിം മെഷർമെൻറ്റ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.